ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ബംഗളൂരിൽ നടന്ന ഏറ്റവും വലിയ അപകടം, 11 പേരുടെ മരണത്തിനിടയാക്കിയ ആ ദുരന്തമാണ് ഇന്ന് ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറിയത്. നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 35 ലക്ഷത്തോളം ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന 35,000 ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന സ്ഥലത്ത് 3 ലക്ഷത്തോളം ആളുകൾ കടന്നു ചെന്ന് തിക്കും തിരക്കിലാണ് 11 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. പ്രൈം ടൈം ആരംഭിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൻ്റെ IPL വിജയാഘോഷത്തിനിടെ ബംഗളൂരുവിൽ തിക്കിലും തിരക്കിലും പെട്ട് 6 വയസ്സുകാരി ഉൾപ്പെടെ 11 പേർ മരിച്ചു എന്ന ദുഃഖകരമായ വാർത്തയാണെന്ന് വൈകുന്നേരം വന്നത്. 33 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ദുരന്തം കൊണ്ട് രാഷ്ട്രീയം കളിക്കാനില്ലെന്നും മജിസ്ട്രേറ്റ് തല അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. The tragedy so happened. I do not want to defend, I do not want to play politics in this. This tragedy should not have been happened. We are with the victims. വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് BCCI വൈസ് പ്രസിഡന്റും കോൺഗ്രസ് MPയുമായ രാജീവ് ശുക്ല പ്രതികരിച്ചു. ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് BJP ആവശ്യപ്പെട്ടു. State government has to take complete responsibility on this tragedy. When entire nation was celebrating and entire Karnataka was celebrating RCB's victory, without any proper preparedness, state government's urgency to organize victory rally is the cause for this big tragedy. So I demand Chief Minister to take up the responsibility and he should refer the matter for the judicial inquiry and let Chief Minister decide who has to take up the responsibility. Let Chief Minister decide. ആരുടെ അനുമതിയോടെയാണ് വിജയാഹ്ലാദം നടത്തിയതെന്ന് IPL ചെയർമാൻ അരുൾ ദുമാൽ ചോദിച്ചു. കർണാടക ക്രിക്കറ്റ് അസോസിയേഷനാണ് വിജയാഹ്ലാദം സംഘടിപ്പിച്ചതെന്ന് സർക്കാർ പ്രതികരിച്ചു. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ദുഃഖം രേഖപ്പെടുത്തി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസ്തവ് ചേരും. അതുപോലെ ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് കൂടി ചേരുകയാണ്. ആദ്യം അനിൽ വാസ്തവിലേക്ക്. അനിൽ, യഥാർത്ഥത്തിൽ ഈ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന സൗകര്യമുള്ള ചെന്നൈ സ്റ്റേഡിയത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഉന്തിത്തള്ളി കയറി എന്നുള്ളതാണ് ഈ അപകടത്തിൻ്റെ കാരണമായി പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭിച്ചത്? ഈ RCB ഇത്തരമൊരു വിജയാഘോഷം സംഘടിപ്പിക്കുമ്പോൾ ഇത്ര കൂടുതൽ ആളുകളെ അവർ പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെയാണ് SKN. ഒരു 18 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് RCB അവർ കാലങ്ങളായി കാത്തിരിക്കുന്നുള്ള ആ കിരീടം നേടിയത്. അപ്പോൾ തന്നെ ഇന്നലെ രാത്രി മുതൽ തന്നെ ഇവരുടെ ആരാധകർ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനത്തിലാണ്. ടീം ജന്മനാട്ടിലേക്ക് അല്ലെങ്കിൽ കർണാടകത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ വലിയ ഒരു ആരാധക വൃന്ദം തന്നെ അവരെ കാത്തിരിക്കുന്നു എന്നുള്ളത് ഉറപ്പായിരുന്നു. പക്ഷേ ഇത്ര കണ്ട ആളുകൾ വരുമോ എന്ന കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ട്. പക്ഷേ അതിന് മതിയായ സുരക്ഷ ഒരുക്കേണ്ടത് സർക്കാരിൻ്റെ കടമയാണ്. ഇക്കാര്യത്തിൽ ഒരു സംശയം ഉന്നയിച്ച പോലീസ് സർക്കാരിനോട് പറഞ്ഞു, ഇത്തരത്തിലുള്ള വിജയാഘോഷത്തിൻ്റെ റാലി അല്ലെങ്കിൽ വിക്ടറി പരേഡ് അനുവദിക്കാനാവില്ല എന്നുള്ളത് സർക്കാരിനോട് പോലീസ് മുന്നറിയിപ്പ് നൽകിയതാണ്. പക്ഷേ അത് ലംഘിച്ചുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു പരിപാടിയിലേക്ക് അനുമതി നൽകിയതും അതിലേക്കൊക്കെ തന്നെ പോയത്. ഒരുപക്ഷെ ഇതിൻ്റെ സംഘാടകർ കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷനാണ്. പക്ഷേ ഈ പരിപാടി ഒരു ക്രെഡിറ്റ് അടിക്കാൻ എന്നോണം സർക്കാർ നേരിട്ട് ഈ പരിപാടിയിലേക്ക് കയറി വരുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ ടീം അംഗങ്ങൾ ബംഗളൂരു വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയപ്പോൾ അത് സ്വീകരിക്കാനെത്തിയത് മുഖ്യമന്ത്രി DK ശിവകുമാറാണ്. അദ്ദേഹം വരികയും വിരാട് കോഹ്ലിയെ കെട്ടിപ്പിടിക്കുന്നു, കർണാടകയുടെ പതാക നൽകുന്നു. പിന്നാലെ അദ്ദേഹം RCBയുടെ പതാകയേന്തി ഈ കാറിൽ പോകുന്നു. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ പങ്കുവെക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഇത് ഞങ്ങളുടെ സർക്കാരിൻ്റെ കാലത്ത് നടന്ന ഒരു വലിയ വിജയം, കർണാടകത്തിൽ കായിക പ്രേമികൾ കാത്തിരുന്ന, RCB ആരാധകർ കാത്തിരുന്ന വിജയം എന്ന തരത്തിലൊക്കെ തന്നെയാണ് ഈ സർക്കാരും ഇത് ഏറ്റെടുക്കാൻ ശ്രമിച്ചത്. ഇതിൽ ആദ്യ സ്വീകരണ പരിപാടി ഉണ്ടായിരുന്നത് കർണാടക വിധാൻ സൗദയ്ക്ക് മുന്നിലുള്ള പ്രത്യേകം തയ്യാറാക്കിയ ഒരു പവലിയനിലായിരുന്നു. അവിടെ തന്നെ വലിയ തോതിൽ ആളുകൾ വരികയും അപ്പോൾ തന്നെ ഇതിൻ്റെ നമ്മൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന തരത്തിൽ തന്നെ തോന്നുന്നുണ്ടായിരുന്നു. പിന്നാലെയാണ് അടുത്ത
അടുത്തത് പ്രധാനമായി ഈ ചടങ്ങ് നടക്കുന്നത് ബംഗളൂരു എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ്. അവിടെയാണ് ഈ ദുരന്തമുണ്ടായത്. പ്രതീക്ഷിച്ചതിലപ്പുറം ആളുകൾ എത്തി എന്നുള്ളതാണ്. ഈ സ്റ്റേഡിയത്തിൽ ഒരു ഒക്യുപ്പൻസി 35,000 കാണികൾക്കാണ് മത്സര ദിനത്തിലൊക്കെ തന്നെ ടിക്കറ്റ് അനുവദിച്ച് കയറുക. ഇന്ന് ഈ പരിപാടിയിലേക്കും ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രമാണ് പ്രവേശനമെന്നാണ് RCB മാനേജ്മെൻറ്റ് അറിയിച്ചത്. പക്ഷേ തങ്ങളുടെ ടീമിനെ കാണാൻ ടീം ബസ് ഒന്ന് വരുമ്പോൾ അതിലുള്ള താരങ്ങളെ കാണാൻ വേണ്ടി ആ വിജയാഹ്ലാദത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് കയ്യും കണക്കുമില്ലാതെ ആളുകൾ എത്തിയത്. കർണാടക സർക്കാർ പറയുന്നത് പോലെ 3 ലക്ഷത്തിനടുത്ത് ആളുകൾ വന്നു എന്നുള്ളതാണ് അവരുടെ ഒരു കണക്ക് പറയുന്നത്. എന്തായാലും ആ തിങ്ങി നിറഞ്ഞു. ഒടുവിൽ സ്റ്റേഡിയത്തിനകത്തേക്ക് ടിക്കറ്റ് ഉണ്ടെങ്കിൽ മെയിൻ ഗേറ്റ് തുറന്നതിന് പിന്നാലെ ആളുകളൊക്കെ തന്നെ ഓടിക്കയറി. പിന്നീട് ടിക്കറ്റുള്ളവരെ അകത്തേക്ക് കയറ്റി. ബാക്കിയുള്ള ആളുകൾക്ക് തിരിച്ച് ഗേറ്റിന് പുറത്തിറങ്ങാൻ സാധിച്ചില്ല. അങ്ങനെ വലിയ തിരക്കുമായി. ചില ബിരുദന്മാരാകട്ടെ സ്റ്റേഡിയത്തിൻ്റെ ഈ മതിൽക്കെട്ടൊക്കെ ചാടിക്കടന്ന് അല്ലെങ്കിൽ സുരക്ഷാ വേലി മറികടന്ന് പോവുകയും ഇതിനെ ചൊല്ലി പോലീസ് ഒക്കെ തന്നെ വലിയ രീതിയിൽ ലാത്തി ചാർജിലേക്കൊക്കെ തന്നെ പോവുകയും ചെയ്തു. അവിടെയാണ് ഈ നിഷ്ഠ സംഭവങ്ങളുടെ തുടക്കം. അങ്ങനെയാണ് ഒരു വലിയ തിക്കും തിരക്കും ഉന്തും തള്ളും ഒക്കെ ഉണ്ടാകുകയും 11 പേരുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്ത. അതിലൊരു 6 വയസ്സുകാരിയും ഉണ്ട് എന്നുള്ളത് അതീവ സങ്കടകരമായ കാര്യമാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. 33 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ പലരുടെയും നില അതീവ ഗുരുതരം എന്ന് തന്നെയാണ്. പലരും ബംഗളൂരുവിൻ്റെ പല ഭാഗങ്ങളിലുള്ള വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ്. എന്തായാലും വലിയൊരു വിവാദത്തിന് കൂടിയാണ് ഇത് വഴിവെച്ചിരിക്കുന്നത്. ഒരു മതിയായ പ്രിപ്പറേഷൻസ് ഇല്ലാതെ ഒരുക്കങ്ങളില്ലാതെ നടത്തിയ ഒരു ആഘോഷ പരിപാടി വലിയൊരു സന്തോഷത്തിൻ്റെ നിമിഷം അത് കെടുത്തിക്കൊണ്ട് വലിയൊരു ദുഃഖം. ഇന്ത്യയുടെ കായിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്ത നിമിഷങ്ങളിലൊന്നായി ഈ RCBയുടെ ഈ വിജയാഹ്ലാദ റാലി മാറിക്കഴിഞ്ഞിരിക്കുന്നു. SK. ഓക്കെ, താങ്ക് യു. അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്. ഇതിനിടയിൽ ചാലക്കുടിയിൽ നിന്നൊരു വാർത്ത വരുന്നു. ചാലക്കുടിയിൽ യുവതി ട്രെയിനിൽ നിന്ന് പുഴയിലേക്ക് എടുത്ത് ചാടി. നിലമ്പൂർ കോട്ടയം പാസഞ്ചറിൽ നിന്നാണ് യുവതി പുഴയിലേക്ക് ചാടിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. യുവതിക്കായി ചാലക്കുടി പുഴയിൽ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും നേതൃത്വത്തിൽ ഇപ്പോൾ തെരച്ചിൽ നടക്കുകയാണ്. ചെറുതുരുത്തി സ്കൂളിലെ അധ്യാപികയാണ് ഈ പുഴയിലേക്ക് ചാടിയ സ്ത്രീ എന്നാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. തൃശ്ശൂരിൽ നിന്ന് സൂര്യസജിയാണ് വിവരം റിപ്പോർട്ട് ചെയ്തത്. ഇനി വീണ്ടും മുഹമ്മദ് റഹീസിലേക്ക് നമ്മൾ പോകുന്നു. റഹീസ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഈ അപകടത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മറ്റെന്ത് വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്? 11 പേരുടെ മരണമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത്രയധികം ഏതാണ്ട് 30-ലധികം ആൾക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ പരിക്ക് എത്രമാത്രം ഗുരുതരമാണ്? SK 4 ആശുപത്രികളിലായാണ് ഈ പരിക്കേറ്റവരെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇവർ ചികിത്സയിൽ തുടരുകയാണ്. 4 ആശുപത്രികളിലായിട്ടാണ് ഇവർ ഉള്ളത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനം ഒരു മജിസ്ട്രേറ്റ് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ BJP അടക്കം ഒരു ജുഡീഷ്യൽ അന്വേഷണമാണ് ആവശ്യപ്പെട്ടത്. സർക്കാർ കടുത്ത വിമർശന മുനമ്പിലാണ്. കാരണം ഇത് ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിൻ്റെ വാക്കുകൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം 5000 പോലീസുകാരെ അവിടെ ഏർപ്പാട് ചെയ്തിരുന്നു, അവിടെ വിന്യസിപ്പിച്ചിരുന്നു എന്നാണ് DK ശിവകുമാർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഈ 1 ലക്ഷത്തിലധികം പേർ എത്തിയ ഈ ഒരു പ്രദേശത്ത് 5000 പോലീസുകാർ മതിയോ എന്നുള്ള ചോദ്യം ഏറ്റവും പ്രധാനമായിട്ടും വരുന്നുണ്ട്. അത് ഈ പരിപാടിക്ക് ആകെയായി വിന്യസിച്ചിരുന്നതാണ് 5000 പേരെ. ഈ സ്റ്റേഡിയത്തിന് മുന്നിൽ തന്നെ ഏതാണ്ട് 1 ലക്ഷത്തിലധികം പേർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അനൗദ്യോഗിക കണക്കുകൾ വരുന്നത്. അപ്പോൾ അത്തരത്തിൽ അത് മതിയായിരുന്നു എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത് വിക്ടറി പരേഡ് അത് റദ്ദാക്കണം എന്നുള്ളൊരു ആവശ്യം ഈ പോലീസ് അറിയിച്ചിരുന്നു. അതിന് പിന്നാലെ അത് റദ്ദാക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ സുരക്ഷ കൂട്ടേണ്ടതുണ്ട്. മറിച്ച് ഇവിടെ അത്രയധികം ആളുകൾ വരും എന്നുള്ള കാര്യം സർക്കാർ വീക്ഷിക്കേണ്ടതുണ്ട്, അവർ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിയിരുന്നു എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. മൂന്നാമതായിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതിനിടയിൽ ടിക്കറ്റ് ചെക്ക് ചെയ്യാതെ അകത്തേക്ക് ആളുകളെ കയറ്റിയത് ഈ അപകടത്തിന്റെ ഒരു പ്രധാന കാരണമായി പറയപ്പെടുന്നുണ്ട്. അത്രയും അധികം ആളുകൾ അകത്തേക്ക് കയറി ഏതാണ്ട് സ്റ്റേഡിയം ഫില്ലായതിനു ശേഷമാണ് പുറത്തേക്ക് ആളുകളെ അവിടെ നിന്ന് ഇറക്കുന്നത്. ആ ഇറക്കുമ്പോഴും വെളിയിൽ ആളുകൾ കാത്തു നിൽക്കുകയാണ്. അവർക്ക് ഈ അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും ഇടയിൽ പെട്ടുപോയ ഒരു സംഘമുണ്ട്. അപ്പോൾ അവരാണ് ഈ ഒരു ദുരന്തത്തിന് ഇരയായിട്ടുള്ളതും ഈ മരിച്ചവരുമൊക്കെ. അങ്ങനെ അവിടെ ഏകോപനത്തിൻ്റെ കുറവുണ്ടായിട്ടുണ്ട്, കൃത്യമായ ആസൂത്രണത്തിൻ്റെ കുറവുണ്ടായിട്ടുണ്ട്. RCB പോലെ ഒരു വലിയ ടീം ഇങ്ങനെ ജയിക്കുമ്പോൾ അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അതിന് പിന്നാലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വന്ന് സർക്കാരിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. കർണാടക ക്രിക്കറ്റ് അസോസിയേഷനാണ് ഇതിൻ്റെ സംഘാടകരെന്ന് പറയുന്നു, ഇതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഇത് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ തന്നെയാണ് ഇതിൻ്റെ ഒരു സംഘാടകർ. പക്ഷേ അതിനപ്പുറത്തേക്ക് സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രധാന കാരണം RCB പോലൊരു ടീം, ഇത്രയധികം ആരാധക പിന്തുണയുള്ളൊരു ടീം
ആദ്യമായി കിരീടം നേടുമ്പോൾ ഒരു വലിയ വരവേൽപ്പ് നൽകണം എന്നുള്ളത് ഇന്നലെ രാത്രി മുതൽ ആരാധകർക്കിടയിൽ ഉയർന്നൊരു ആവശ്യമാണ്. അപ്പോൾ പരേഡ് പോലും ഒഴിവാക്കേണ്ടി വരുമ്പോൾ ഈ പരിപാടിക്ക് ആളെ കുറച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും നിയന്ത്രണം കൊണ്ടുവന്നാൽ അത് തങ്ങളുടെ പൊളിറ്റിക്കൽ ഇമേജിന് കൂടി ഡാമേജ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ സിദ്ധാരാമയ്യ ഒപ്പം തന്നെ ഡി കുമാർ പ്രധാനമായിട്ടും ഇടപെടുന്നത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തോടു കൂടിയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും നടന്നത്. അപ്പോൾ സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. രണ്ടാമതായിട്ട് ഇത് IPL-നെ അറിയിച്ചിട്ടുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറും. IPL-ന് കൃത്യമായ നോട്ടിഫിക്കേഷൻ ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഇതിലൊരു രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ BJP കർണാടകത്തിൽ ശ്രമിക്കുന്നു റിപ്പോർട്ടുണ്ട്. മാത്രമല്ല ഈ ദുരന്തത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും കർണാടക സർക്കാർ ഏറ്റെടുക്കണമെന്ന രീതിയിൽ BJP അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. കുംഭമേളയുടെ ദുരന്തമൊന്നും അവർ മുഖവിലേക്ക് എടുക്കുന്നില്ല. ഇപ്പോൾ കർണാടകത്തിൽ നടന്ന ഈ ആൾക്കൂട്ടത്തിലുണ്ടായ ദുരന്തത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിനാണെന്ന് പറയുന്നു. BJP രാഷ്ട്രീയം കളിക്കുന്നു മറ്റുള്ള ആൾക്കാർ അഭിപ്രായമായി രംഗത്ത് വന്നു കഴിഞ്ഞു. എന്താണ് അതിനെക്കുറിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന്? SKN ഈ ദേശം പോലെ ഭാഷ പോലെ അവരുടെ സംസ്കാരം പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവർക്ക് ഈ RCB അഥവാ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. കാരണം വിരാട് കോഹ്ലിയെ പോലെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മുഖമുദ്രയായിട്ടുള്ള ഒരു താരം, അദ്ദേഹം 18 വർഷമായ ഒരു ടീമിൽ തന്നെ കളിക്കുന്നു. അപ്പോൾ ഓരോ വർഷവും കപ്പ് നേടുമെന്ന് കരുതി ആ കപ്പ് കിട്ടാതെ 18 വർഷം കഴിഞ്ഞ് ആ 18ാം വർഷം അവർ കിരീടം നേടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അവരുടെ ഒരു വികാരം കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ആഘോഷങ്ങൾക്ക് അവിടെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ആ ആഘോഷങ്ങൾക്ക് എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ അത് സർക്കാരിനെ ബാധിക്കും എന്ന് കണ്ടുകൊണ്ടാണ് സർക്കാർ ഇക്കാര്യത്തിൽ വിക്ടറി പരേഡ് ഒഴിവാക്കിയപ്പോൾ തന്നെ വലിയ പ്രതിഷേധമുണ്ടായി. സമൂഹ മാധ്യമങ്ങളിൽ അത് ഷെയിം ഓൺ കർണാടക ഗവൺമെന്റ് എന്ന തരത്തിലൊരു ഹാഷ്ടാഗ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അതിൽ വലിയ വിമർശനം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അതിന് പിന്നാലെയാണ് ഇത് തങ്ങളുടെ കയ്യിൽ നിന്ന് പോകുമെന്ന് കണ്ടുകൊണ്ട് DK ശിവകുമാർ ഇടപെടുകയും ഉപമുഖ്യമന്ത്രി അതിന് നേതൃത്വം നൽകുകയും പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും അത് പാളുമ്പോൾ അതിൽ പിടിക്കാൻ എന്തായാലും BJP സർക്കാർ ശ്രമിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് അവർ ആദ്യം തന്നെ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണം എന്നുള്ള ആവശ്യം കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ ഇതൊരു രാഷ്ട്രീയ മാനം കൂടി ഇതിന് നൽകിക്കൊണ്ട് സർക്കാരിന്റെ വീഴ്ചയാണെന്ന് കാട്ടിക്കൊണ്ട് അവിടെ ഒരു പൊളിറ്റിക്കൽ ഗെയിൻ നേടിയെടുക്കാൻ BJP ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഒപ്പം തന്നെ JDS-ഉം സമാനമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സർക്കാരിന്റെ മാത്രം വീഴ്ചയാണ്, അവരുടെ ഉത്തരവാദിത്വമാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇവിടെ മുഹമ്മദ് റഹീസ്, എന്തായാലും ഇതൊരു BJP തീർച്ചയായിട്ടും അവിടുത്തെ ഭരണപക്ഷമായ കോൺഗ്രസിനെ പ്രതികൂട്ടി നിർത്താൻ ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആർജു പറയുന്നു ഇന്നും ഈ കാലത്തും ക്രൗഡ് മാനേജ്മെൻറ്റിൽ ഏറ്റവും മോശപ്പെട്ട രാജ്യം ഇന്ത്യ ആയിരിക്കും. കാരണം നിയമങ്ങൾ പാലിക്കാത്ത ജനങ്ങളും അതുപോലെ നിയമങ്ങൾ നടപ്പിലാക്കാൻ കഴിയാതെ പോയ അധികാരികളും നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്നുള്ള രീതിയിലാണ് അർജു പറയുന്നത്. ഇപ്പോൾ ചാലക്കുടിയിൽ പുഴയിലേക്ക് ചാടിയ യുവതിയുടെ വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അവർ ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. സിന്ധോൾ എന്നുള്ള സിന്ധുവാണ് പുഴയിലേക്ക് ട്രെയിനിൽ നിന്ന് എടുത്തു ചാടിയത് എന്നാണ് സൂരജ് സജി റിപ്പോർട്ട് ചെയ്യുന്നത്. ജയപ്രകാശ് എന്ന ആളിൻ്റെ ഭാര്യയാണ് ഈ സിന്ധു എന്ന് പറയുന്നു. യുവതിക്കായി ഇപ്പോൾ ചാലക്കുടി പുഴയിൽ തെരച്ചിൽ നടക്കുകയാണ്. ഫയർഫോഴ്സും പോലീസും കാര്യമായ തെരച്ചിൽ നടത്തുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വരാം. നിലമ്പൂരിൽ പോരാട്ടം കനക്കുന്നു. PV അൻവറിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന അഡ്വോക്കേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് CG ഉണ്ണി രംഗത്ത് വന്നു. ഒരേ സമയം TMC സ്ഥാനാർത്ഥിയായും സ്വതന്ത്രനായും പത്രിക നൽകിയത് ചട്ടലംഘനം. സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒപ്പില്ലാതെയാണ് പത്രിക സമർപ്പിച്ചതെന്നും CG ഉണ്ണി പറയുന്നു. ഇത് ചൂണ്ടിക്കാണിച്ച് വരണാധികാരിക്ക് പരാതി നൽകിയെന്നും CG ഉണ്ണി 24 വെളിപ്പെടുത്തി. കോൺഗ്രസിനെ അപഹാസ്യനാക്കുന്ന രീതിയിലാണ് PV അൻവർ അവിടെ ഒരേ സമയം സ്വതന്ത്രനായിട്ടും തൃണമൂലിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടും നോമിനേഷൻ കൊടുത്ത് ഒപ്പം നിന്ന് അണികളെയും വിഡ്ഢികളാക്കി പാർട്ടിയെയും വിഡ്ഢിയാക്കി അൻവർ സ്വന്തം തേർവാഴ്ച നടത്തുകയാണ്. അൻവറിൻ്റെ തറവാട്ട് സ്വത്തല്ല തൃണമൂൽ കോൺഗ്രസ്. അൻവർ ഒരേ സമയം നോമിനേഷൻ കൊടുക്കുന്നത് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടും അതോടൊപ്പം സ്വതന്ത്രനായിട്ടും. ഇതിൽ നിയമപരമായി ഇലക്ഷൻ്റെ ചട്ടങ്ങളുടെ ഒരു ലംഘനമുണ്ട്. ഇത് മലപ്പുറം ജില്ലാ കലക്ടർക്കും ഇപ്പോഴത്തെ നോമിനേഷൻ സ്വീകരിച്ച വരണാധികാരിക്കും ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹിയറിംഗ് വരും ദിവസങ്ങളിൽ ഉണ്ടാവും. PV അൻവറിനെ അയോഗ്യനാക്കാനുള്ള നിയമപരമായ നടപടികളും പോരാട്ടങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന അഡ്വോക്കേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് CG ഉണ്ണിയുടെ ആരോപണം വളരെ ഗുരുതരമാണ്. കൂടുതൽ വിവരങ്ങളുമായി ദീപക് തരമണം ചേരുന്നു നിലമ്പൂരിൽ നിന്ന്. ദീപക്, യഥാർത്ഥത്തിൽ PV അൻവറിലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തലാണല്ലോ ഇദ്ദേഹം നടത്തിയിരിക്കുന്നത് CG ഉണ്ണി.
യഥാർത്ഥത്തിൽ ഇദ്ദേഹം പത്രിക കൊടുക്കുന്നതിൽ CG ഉണ്ണിയെ പോലെയുള്ള തൃണമൂൽ പ്രവർത്തകർക്ക് താല്പര്യമില്ലായിരുന്നു. എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? SKN പറഞ്ഞതുപോലെ ഇതൊരു ഗൗരവമുള്ള വെളിപ്പെടുത്തലാണ്. അതായത് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പാലിക്കാതെ, അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പത്രിക സമർപ്പിച്ചു. അതുകൊണ്ടാണ് TMC, അതായത് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായുള്ള PV അൻവറിൻ്റെ പത്രിക തള്ളിപ്പോയത് എന്നുള്ളതാണ് CG ഉണ്ണി പറയുന്നത്. അതായത് ദേശീയ നേതൃത്വത്തിൽ നിന്നും ടിക്കറ്റ് മേടിച്ചാലും ഇപ്പോൾ ഒരു പ്രാദേശിക പാർട്ടിയാണ്. അതായത് തൃണമൂൽ കോൺഗ്രസിന് ദേശീയ പദവിയില്ല. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് എഫിഡവിറ്റ് നൽകണം. അങ്ങനെ ഒരു എഫിഡവിറ്റ് നൽകാത്തത് കാരണമാണ് തള്ളിപ്പോയത്. അതിൻ്റെ കാരണക്കാരൻ PV അൻവറാണ് എന്ന് പറയുന്നു. മറ്റൊരു വളരെ ഗൗരവകരമായ ഒരു ആരോപണമാണ്, ഒരു കാര്യമാണ് വെളിപ്പെടുത്തുന്നത്. ഒരേ സമയത്ത് എങ്ങനെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടും ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടും ഒരേ ഇടത്തു പത്രിക നൽകുക? അത് തിരഞ്ഞെടുപ്പ് ചട്ടത്തിൻ്റെ ലംഘനമാണ് എന്ന് കാണിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ അഡ്വക് കമ്മിറ്റി തന്നെ, സംസ്ഥാന കമ്മിറ്റി തന്നെ ഒരു പരാതി നൽകിയിരിക്കുന്നു എന്നുള്ള വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത്. അതായത് TMCക്ക് നേരത്തെ തന്നെ കേരളത്തിൽ ഘടകമുണ്ട്. ആ ഘടകം ഉള്ള സമയത്താണ് ഇദ്ദേഹത്തെ കോർഡിനേറ്ററായി തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ സംസ്ഥാന കമ്മിറ്റിയോട് ഒന്നും പറയാതെ പത്രിക പൂരിപ്പിക്കുമ്പോൾ AB ഫോമുകളുടെ ഫില്ലിംഗ് പോലും ഇവരെ കൊണ്ട് ചെയ്യിക്കാതെ, ഒപ്പിടിപ്പിക്കാതെ പത്രിക നൽകി. അതിൻ്റെ തിരിച്ചടിയായാണ് ആ പത്രിക തള്ളിപ്പോയത്. അപ്പോൾ TMC സ്ഥാനാർത്ഥിയായി പത്രിക നൽകി, അത് ചട്ടപ്രകാരം പാലിക്കാതെ നൽകി, അത് തള്ളിപ്പോകുന്നു. അതേ സമയത്ത് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മറ്റൊരു പത്രിക നൽകുന്നു, അതിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരുന്നു. ഇത് ചട്ടലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ TMC രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും ഇത് പുതിയ ഒരു പ്രതിസന്ധി, പുതിയൊരു വിവാദം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രൂപപ്പെടുന്നതാണ് എന്ന് ഉറപ്പാണ് SKN. ഓക്കെ, താങ്ക് യു. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. തൃണമൂൽ അഡ്വക് കമ്മിറ്റി സംസ്ഥാന പ്രസിഡന്റാണ് ഇത്തരം ഒരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. കണ്ണൂർ കച്ചേരിക്കടവിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. നടുവിലെ കിഴക്കേതിൽ ഗിരിജയ്ക്കാണ് പരിക്കേറ്റത്. വീടിന് സമീപം വെച്ചാണ് കാട്ടാന ആക്രമിച്ചതെന്നാണ് വാർത്ത. അരുൺ പൂപ്പറമ്പ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? SKN ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായത്. ഇത് കൃത്യം പറഞ്ഞാൽ കച്ചേരിക്കടവ് ബാരാമുള്ള പുഴയുടെ അക്കരെയാണ്. അതായത് കർണാടക വനത്തോട് ചേർന്ന മേഖലയിലാണ് ഇവരുടെ വീടുള്ളത്. അവിടെ ഈ പേരിനൊരു തിരുത്തുണ്ട്, ഗിരിജയല്ല സുരിജ എന്നതാണ് പേര് എന്നാണ് ഒടുവിലായി നമുക്ക് പ്രാദേശികമായി ലഭിക്കുന്ന വിവരം. ആദ്യഘട്ടത്തിൽ ഗിരിജ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സുരിജ 58 വയസ്സാണ്. ആ സുരിജ അവിടുന്ന് ഈ തുണി ഒക്കെ അലക്കുകയായിരുന്നു, അല്ലെങ്കിൽ കഴുകുകയായിരുന്നു. അതിനിടെ ഇവരുടെ വീട്ടിന് തൊട്ട് സമീപത്ത് വെച്ച് ആ കാട്ടാന ഈ വീട്ടമ്മയെ ആക്രമിക്കുകയായിരുന്നു. ആ സമയത്ത് ഭർത്താവും ആ വീട്ടിലുണ്ടായിരുന്നു. പെട്ടെന്ന് അവർ പരിഭ്രാന്തരായി അങ്ങനെ ഈ പുഴയുടെ അക്കരെയുള്ളവരെ ആ ഫോണിൽ വിവരം അറിയിക്കുകയായിരുന്നു. ആന ഒരു തവണ ഈ തുണി അലക്കുന്നതിനിടെ ഈ സുരിജയെ ചവിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഈ പുഴയുടെ അക്കരെയുള്ളവർ ജീപ്പുമായി എത്തി ആണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഈ സുരജയുടെ വാരിയെല്ലിന് പരിക്കേറ്റിട്ടുണ്ട്, ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇരിട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. വിദഗ്ധ ചികിത്സ ആവശ്യമെങ്കിൽ കണ്ണൂരിലേക്ക് മാറ്റും എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് ഈ ബാരാമുള്ള പുഴയുടെ അക്കരെയാണ്. അതായത് ഈ കർണാടക വനമേഖലയോട് ചേർന്ന ഭാഗത്താണ് ഇവരുടെ വീടുള്ളത്. ഒറ്റപ്പെട്ടൊരു വീടാണ്. പെട്ടെന്ന് ആൾക്കാർക്ക് അങ്ങോട്ട് എത്താൻ സാധിക്കില്ല. ഈ പുഴ കടക്കാൻ ഇപ്പോൾ പ്രയാസമാണ്. ശക്തമായ മഴയെ തുടർന്ന്, കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയെ തുടർന്ന് പുഴയിൽ നല്ല ജലനിരപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർ മറ്റു വാഹനങ്ങളിൽ കുറച്ച് കറങ്ങി ആണ് ഈ വീട്ടിലേക്ക് എത്തിയത്. അത്രയും സമയം എടുത്തു വീട്ടിലേക്ക് എത്താൻ. പിന്നീട് ജീപ്പിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും നിലവിൽ ഇരിട്ടിയിലെ ആശുപത്രിയിലാണ് ഈ സുരജിയെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. വാരിയെല്ലിന്, ഈ ആനയുടെ ചവിട്ടിൽ വാരിയെല്ലിന് പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. ആയിട്ടൊരു വാർത്തയായിരുന്നു. ഇപ്പോൾ മറ്റൊരു വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ചാലക്കുടിയിൽ യുവതി ട്രെയിനിൽ നിന്ന് പുഴയിലേക്ക് ചാടി. നിലമ്പൂർ കോട്ടയം പാസഞ്ചർ എന്നാണ് യുവതി പുഴയിലേക്ക് ചാടിയത്. ചെറുതുരുത്തിയിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ് ഈ ചാടിയ യുവതി എന്നാണ് മനസ്സിലാക്കുന്നത്. സിന്ധോൾ എന്ന പേരുള്ള സിന്ധു എന്ന് വിളിക്കുന്ന യുവതിയാണ് ഈ പുഴയിലേക്ക് ചാടിയത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, ഈ പുഴയിലേക്ക് ചാടിയതാണോ ഇനി അബദ്ധം പിണഞ്ഞ് പുഴയിലേക്ക് വീണതാകുമോ? എന്താണ് വിവരം?
SKN പുഴയിലേക്ക് ചാടിയതാണ് എന്നുള്ളതാണ് ഈ നാട്ടുകാരടക്കം പറയുന്നത്. യുവതി പുഴയിലൂടെ ഒഴുകിപ്പോകുന്നത് ഈ നാട്ടുകാർ കാണുകയും ചെയ്തു. പിന്നീട് ഇവർ തന്നെയാണ് ഈ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചത്. എന്തായാലും ചാലക്കുടി പോലീസും അതോടൊപ്പം തന്നെ ചാലക്കുടി ഫയർഫോഴ്സും ചേർന്നാണ് ഇപ്പോൾ യുവതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നത്. ഇന്ന് വൈകുന്നേരം 6:30ക്കാണ് നിലമ്പൂർ കോട്ടയം പാസഞ്ചറിൽ ഈ ചാലക്കുടി പുഴയ്ക്ക് മുകളിലെത്തുന്ന സമയത്ത് ഈ അധ്യാപിക ഈ താഴേക്ക് എടുത്തു ചാടുന്നത്. പിന്നീട് ഈ നാട്ടുകാർ കണ്ടതിനെ തുടർന്ന് അവർ അറിയിച്ചതനുസരിച്ചുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇവരുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സിന്തോൾ എന്ന് വിളിക്കുന്ന സിന്ധു ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. 4 ദിവസം മുമ്പാണ് ഇവർ ഇവിടെ അധ്യാപികയായി ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം ഈ ഭർത്താവിന്റെ വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവരുടെ വീട് ചാലക്കുടിയിലാണ്. ഭർത്താവ് പത്തനംതിട്ട സ്വദേശിയാണ്. അവിടെ ഒരു ഹോട്ടലിലെ ജീവനക്കാരൻ കൂടിയാണ്. ആ യാത്രക്കിടയിലാണ് ഇത്തരത്തിൽ ഒരു ഈ പുഴയിലേക്ക് വീണത് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ യുവതിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ അത് ഊർജിതമായി ഇപ്പോൾ ചാലക്കുടി പുഴയിൽ പുരോഗമിക്കുകയാണ്. സൂര്യസജിയാണ് വിവരങ്ങൾ നൽകിയത്. ചാലക്കുടി പുഴയിലേക്ക് ട്രെയിനിൽ നിന്നൊരു യുവതി എടുത്തു ചാടി എന്നതാണ് വിവരം. ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ് സിന്തോൾ എന്ന ഈ യുവതി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നടത്തിയ ക്ഷേമ പെൻഷൻ പരാമർശം നിലമ്പൂരിൽ LDF വലിയ ചർച്ചയാക്കിയിരിക്കുന്നു. സാധാരണക്കാരെ വെല്ലുവിളിച്ച് KC വേണുഗോപാൽ കേരളത്തോട് മാപ്പ് പറയണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടു. എന്നാൽ ക്ഷേമ പെൻഷൻ ഉപയോഗിച്ച് വോട്ടർമാരെ LDF സ്വാധീനിക്കുന്നെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിക്കുന്നു. അതേസമയം മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം വീണ്ടും ചർച്ചയാക്കി LDFനെ പ്രതിരോധത്തിലാക്കുകയാണ് UDFും PV അൻവറും. ക്ഷേമ പെൻഷൻ സർക്കാർ കൈക്കൂലിയായി കാണുന്നുവെന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പരാമർശമാണ് ഉപതെരഞ്ഞെടുപ്പിൽ LDF ചർച്ചയാക്കുന്നത്. വോട്ടർമാരെ അപമാനിക്കുന്നതാണ് പരാമർശമെന്നാണ് വിമർശനം. തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരുവോ പ്രഖ്യാപനം വരുവോ ഒക്കെ പോലും ചെയ്യാത്തൊരു സമയത്ത് പെൻഷൻ കൊടുത്തത് ഞങ്ങൾ കൈക്കൂലി പോലെ കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ തെറ്റായിപ്പോയി. അദ്ദേഹത്തെ മാത്രം കുറ്റം പറയണ്ട. അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായ പ്രശ്നമൊന്നും ആയിരിക്കില്ല. അത് കോൺഗ്രസിന് അങ്ങനെ ഒരു സമീപനം ഉണ്ടായിരുന്നു. പരാമർശത്തിൽ വിശദീകരണവുമായി KC വേണുഗോപാൽ രംഗത്തെത്തി. മാപ്പ് പറയില്ലെന്നും പ്രതികരണം. ആ കുടിശ്ശിക കൊടുക്കാനുള്ള അവസരമായിട്ട് ഇവർ കാണുന്നത് തെരഞ്ഞെടുപ്പ് കാലമാണ്. ആ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്ന കുടിശ്ശികയെക്കുറിച്ചാണ് നിങ്ങൾ ഇങ്ങനെയാണോ കാണുന്നത് എന്ന് ഞാൻ ചോദിച്ചത്. KC വേണുഗോപാൽ പറഞ്ഞതിൽ തെറ്റില്ലെന്നും CPIMന്റെ തട്ടിപ്പിനെയും വഞ്ചനയെയും കുറിച്ചാണ് പറഞ്ഞതെന്നും ചാണ്ടി ഉമ്മൻ MLA. ഇത് ഇലക്ഷനോടനുബന്ധിച്ച് നടത്തുന്ന ഡ്രാമ. ഏത് ഡ്രാമ? പണ്ട് കിറ്റ് കൊടുത്ത അതേ ഡ്രാമ ഇന്ന് നടത്തുന്നു. KC വേണുഗോപാൽ പറഞ്ഞതിൽ തെറ്റില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. ദ ഹിന്ദു ദിനപത്രത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ അഭിമുഖത്തിലെ മലപ്പുറം പരാമർശം വീണ്ടും ചർച്ചയാക്കുകയാണ് പ്രതിപക്ഷം. മലപ്പുറം മുഴുവൻ തീവ്രവാദികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞ വിജയരാഘവൻ ഒറ്റയ്ക്കല്ലല്ലോ പറയുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പറഞ്ഞ അതേ കാര്യം. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം ചൂണ്ടിക്കാട്ടി PV അൻവറും രംഗത്തെത്തിയിരുന്നു. മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി വഞ്ചിച്ചെന്ന് അൻവറും കുറ്റപ്പെടുത്തി. ടീം 24 നിലമ്പൂർ. വാഹന അപകടത്തെ തുടർന്ന് പോലീസ് സ്റ്റേഷനിലെത്തിച്ച യുവാവിനെ തിരുവനന്തപുരം മംഗലപുരം SI ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. മാടൻവിള സ്വദേശി ജഹാംഗീറാണ് റൂറൽ SPക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയത്. SI കിരൺ ശശിധരന്റെ മർദ്ദനത്തിൽ തലയ്ക്കും നട്ടലിനും പരിക്കേറ്റെന്നും പരാതിയിൽ പറയുന്നു. മംഗലാപുരം ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് ഫ്ലൂയിഡ് പൈപ്പ് പൊട്ടിപ്പോയി. പെട്ടെന്ന് വണ്ടി ബ്ലോക്കിൽ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ബ്രേക്ക് ഫെയിലിയറായി മറ്റേ വണ്ടി ഫ്രണ്ടിൽ പോയിരുന്ന കാറിൽ പോയി തട്ടുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞാൻ പോയി അങ്ങോട്ട് അവരെ വണ്ടിയിൽ പോയി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെ ആ കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്ന് എൻ്റെ മുതുകിൽ ഒരു അടി അടിച്ച് വിട്ടു വന്നു. ഞാൻ വിളിച്ച് വരുത്തിയതാണ് പോലീസിനെ. എന്നിട്ട് അവിടെ നിന്ന് അവരെടുത്ത് പറഞ്ഞു, നിങ്ങൾ കാറിൽ വാ. എന്നെ പോലീസ് ജീപ്പിൽ ബാക്ക് സൈഡിൽ കയറ്റിയിരുത്തി എന്നെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി. തിരുവനന്തപുരത്ത് നിന്ന് ഷബീദ് റാവുത്തർ തത്സമയം ചെയ്യുന്നു. ഷബീദ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? അതിന്റെ പിന്നാമ്പുറം എന്താണ്? മംഗലപുരം പോലീസ് സ്റ്റേഷൻ നമുക്കറിയാം ഏറെ വിവാദമായ, ഒരു വർഷം മുൻപ് മണൽ ഗുണ്ട മാഫിയ ബന്ധത്തെ തുടർന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് 22-ലധികം പോലീസുകാരെ സ്ഥലം മാറ്റിയ മംഗലപുരം പോലീസിനെതിരെ വീണ്ടും ഒരു പരാതി ഇപ്പോൾ ഉയർന്നിരിക്കുന്നു. മാടൻവിള സ്വദേശിയായിട്ടുള്ള ജഹാംഗീറാണ് പരാതിക്കാരൻ. കഴിഞ്ഞ 25-ാം തീയതി മംഗലപുരം ജംഗ്ഷനിൽ വെച്ചായിരുന്നു ഈ സംഭവങ്ങളുടെയൊക്കെ തുടക്കം. അതായത് ഈ ജഹാംഗീർ ഓടിച്ചിരുന്ന ടെമ്പോ ട്രാവലർ ബ്രേക്ക് നഷ്ടമായതിനെ തുടർന്ന് മുന്നിലുണ്ടായിരുന്ന കാറിൽ തട്ടി. തുടർന്ന് കാറിലുണ്ടായിരുന്നവരുമായി തർക്കമായി. ഈ ജഹാംഗീർ തന്നെ മംഗലപുരം പോലീസിൽ വിളിച്ച
വിവരമറിയിച്ചു. അങ്ങനെ ഈ പോലീസ് സ്ഥലത്തെത്തി ഇരു കൂട്ടരെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു. എതിർഭാഗത്തിന് 30,000 രൂപ നൽകണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് ഈ സ്റ്റേഷനിൽ വെച്ചുള്ള സെറ്റിൽമെന്റ് തർക്കത്തിനിടെ. എന്നാൽ പണം നൽകി ഒത്തുതീർപ്പാക്കാനുള്ള ചർച്ച പരാജയപ്പെട്ടതോടെ GD എൻട്രി ഇട്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണമെന്ന് ജഹാംഗീർ പറഞ്ഞു. ഇത് സമ്മതിക്കാതെ മംഗലപുരം SI ആയിട്ടുള്ള കിരൺ ശശിധരൻ ഇയാളെ മർദ്ദിച്ചു എന്നുള്ളതാണ് ഇയാളുടെ പരാതി. SIയുടെ അടിയിൽ നട്ടലിനും തലയ്ക്കും പരിക്ക് പറ്റി ഇയാൾ ചികിത്സയിലായിരുന്നു. മെഡിക്കൽ കോളേജിൽ ചികിത്സ നേടിയതിന്റെ ചികിത്സാ രേഖകളടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ജഹാംഗീർ സംസ്ഥാന പോലീസ് മേധാവിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടുള്ളത്. മാത്രവുമല്ല, ഈ തന്നെ മർദ്ദിച്ച SIക്കെതിരെ കടുത്ത നടപടിയെടുക്കണമെന്നുള്ള ആവശ്യം കൂടി ഇയാൾ ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായും തിരുവനന്തപുരത്തെ പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനങ്ങളൊക്കെ വലിയ ശ്രദ്ധ കൊടുക്കുന്ന ഒരു സ്റ്റേഷനാണ് ഈ മംഗലപുരം. കാരണം ഒരൊറ്റ രാത്രി 20 പോലീസുകാരെ അധികം സ്ഥലം മാറ്റണമെങ്കിൽ അന്നത്തെ ഗുണ്ടാബന്ധമൊക്കെ വലിയ ചർച്ചയായിരുന്നു. അതേ സ്റ്റേഷനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണം അത് പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനം അടക്കം ഗൗരവത്തിൽ കാണുന്നുണ്ട്. താങ്ക് യു എല്ലാവരും വന്നേ. വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. കാരണം ഇതേപോലെ നമ്മുടെ മലയാളികൾ ചരിത്രം എഴുതുന്നത് കാണുമ്പോൾ പ്രേക്ഷകരെല്ലാം ആ വിവരം അറിഞ്ഞിരിക്കണം. സംഭവം സിമ്പിളാ. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അടിച്ചതിന് 62ാം വയസ്സിൽ തിരിച്ചടിച്ചു. കളി മലയാളിയോടാ. കാസർഗോഡ് വെള്ളരിക്കുണ്ടിലാണ് ഈ സംഭവം. മാലും സ്വദേശി VJ ബാബുവിനാണ് ഇപ്പോൾ അടികിട്ടിയത്. 1ാം പ്രതിയായ ബാലകൃഷ്ണനെ അദ്ദേഹം 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബാബു അടിച്ചിരുന്നു. അത് ആരോപിച്ചാണ് തിരിച്ചടിച്ചത് 62ാമത്തെ വയസ്സിൽ. ഒരുപക്ഷേ കേരളത്തിൽ ഇത് ആദ്യ സംഭവമായിരിക്കാം. സംഭവത്തിൽ മാലൂത്ത് സ്വദേശികളായ ബാലകൃഷ്ണൻ, മാത്യു വലിയപ്പോക്കൽ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ ഏതാണ്ട് ഇത്രയധികം കൊല്ലം നീണ്ടുപോയ പ്രതികാരത്തിൻ്റെ കഥ പറയാൻ കാസർഗോഡ് നിന്ന് അരുൺ പാറകൽ തത്സമയം ചേരുന്നു. അരുൺ, ശരിക്കും ആ മനുഷ്യൻ്റെ ഒരു ചെരുപ്പ് കിട്ടിയായിരുന്നു വീട്ടിൽ സൂക്ഷിച്ചു വയ്ക്കായിരുന്നു. കാര്യം ഇത്രയും കൊല്ലമൊക്കെ കാത്തിരുന്ന് തിരിച്ചടിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജാലിയൻ വാലാബാഗിൽ കൊലയപ്പെട്ട ഒരാളിൻ്റെ മകൻ UK പോയി ആ ജനറൽ ഡയറെ കൊലപ്പെടുത്തിയെന്ന് പറയുന്ന പോലെ അതിനേക്കാളും കടത്തിവിട്ടി ഈ സംഭവം. വിവരങ്ങൾ പറയും. ഈ സംഭവം ഉണ്ടാകുന്നത് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മാലോം ടൗണിൽ ജനതരംഗ് ഹോട്ടലിൽ മുൻവശത്ത് വെച്ച് അതായത് ബാബു വിജയെ പ്രതിയായ ബാലകൃഷ്ണനും മാത്യു വലിയപ്ലാക്കലും തമ്മിൽ ചേർന്ന് മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. ഇതിൽ ബാബുവും ബാലകൃഷ്ണനും ഒരുമിച്ച് പഠിച്ചവരാണ്. 4ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചവരാണ്. 4ാം ക്ലാസ്സിൽ വെച്ച് ബാബു ബാലകൃഷ്ണനെ അടിച്ചു എന്നാരോപിച്ചാണ് ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നത്. അത് ബാലകൃഷ്ണനും മാത്യുവും ചേർന്നാണ് തിരിച്ചടിച്ചത്. എന്തായാലും ഈ ഒരു അടിയും തിരിച്ചടിയും ഒക്കെ മദ്യലഹരിയിലായിരുന്നു എന്നാണ് പറയുന്നത്. 1-ാം തീയതി 2-ാം തീയതി ഈ സംഭവം ഉണ്ടാവുന്നു. 1-ാം തീയതി വൈകിട്ട് ഇവർ മദ്യപിച്ച ശേഷം പരസ്പരം വാക്കുതർക്കമുണ്ടാവുന്നു. ബാലകൃഷ്ണനും ബാബുവും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുന്നു. ആ സമയത്ത് ബാലകൃഷ്ണൻ ബാബുവിനോട് നീ എന്നെ 4ാം ക്ലാസ്സിൽ വെച്ച് അടിച്ചത് എന്തിനാണെന്നൊക്കെ ഒരു ചോദ്യം ചോദിക്കുന്നു. അങ്ങനെ ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി വീണ്ടും മാലോം ടൗണിലെത്തുകയും ഈ ജനതരംഗ് ഹോട്ടലിലെ മുൻവശത്ത് വെച്ച് കല്ലുകൊണ്ട് കവിളിലും പുറത്തുമൊക്കെ അടിച്ചു എന്നാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 3-ാം തീയതിയാണ് പോലീസ് പോലും ഈ സംഭവം അറിയുന്നത്. ഈ ബാബുവിനെ പരിക്കേറ്റ ബാബു പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി അവിടെ ചികിത്സ തേടി തിരിച്ചു വന്നു. ബാബുവിൻ്റെ ഒരു പല്ലും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. പക്ഷേ പോലീസ് ആ വകുപ്പ് ഈ കേസിൽ ചേർത്തിട്ടില്ല. നിലവിൽ ജാമ്യം ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് ഇതിൽ ചുമത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് 62 വയസ്സാണ്. അപ്പോൾ ഈ പല്ല് പോയത് വയസ്സായത് മൂലമാണോ അതോ അടികൊണ്ടാണോ എന്ന കാര്യത്തിലൊരു പോലീസിനൊരു ക്ലാരിഫിക്കേഷൻ വേണം. ചികിത്സിച്ച ഡോക്ടറുടെ മൊഴിയെടുത്ത ശേഷമായിരിക്കും അതിൽ ഒരു വകുപ്പ് ചേർക്കുക എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പ്രതികളെ ഇതുവരെ പിടികൂടാൻ പോലീസിന് സാധിച്ചില്ല. പ്രതികൾ എവിടെയാണെന്ന ഒരു കാര്യം പോലീസിന് മനസ്സിലായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പ്രതികൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം തുടരുകയാണ്. ഈ പരിക്കേറ്റ ബാബു ഇപ്പോൾ ചികിത്സ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. പല്ല് പോയതും ഇതിൻ്റെ അക്കൗണ്ടിലായിക്കോട്ടെ, നീ ഇപ്പോൾ മാറ്റി എഴുതണ്ടല്ലോ. സീന മുഹമ്മദ് ചോദിക്കുന്നു, ഇത്രയും കാലം ഇതൊക്കെ ഓർമ്മകളിൽ സൂക്ഷിച്ചു വെച്ച ആ ഓർമ്മശക്തി മാസ് തന്നെ നശിച്ചു പൊന്നോ നശിച്ചു എന്നല്ല, നമിച്ചു പൊന്നോ എന്നാണ് പറയുന്നത്. ആരായാലും നമിച്ചു പോകും. അതായത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അയാളുടെ പ്രായം 9 വയസ്സ്. അപ്പോൾ 9ാം വയസ്സിൽ കൊണ്ട് അടിക്കുക, 62ാം വയസ്സ് വരെ വെയിറ്റ് ചെയ്ത് തിരിച്ചടിച്ചു എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല. ചേട്ടൻ നമിച്ചു. ഇനി നമുക്കൊരു ആ ഒരു സന്തോഷത്തിൽ കാര്യം പ്രതികാരം ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണം. ഇത്രയധികം എന്തിനാ നീ എന്ന് തന്നെ അടിച്ചത്, എന്നാ അടിച്ചത്, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അടിച്ചു എന്ന് പറയുന്ന സംഭവം അത് ഇപ്പോഴും എനിക്ക് ഒരു വല്ലാത്ത ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. പ്രേക്ഷകർക്കും അങ്ങനെ തോന്നി കാണുമല്ലോ. ഇപ്പോൾ വരുന്നൊരു വാർത്ത കോട്ടയം നിന്ന് ടോബി ജോൺസൺ റിപ്പോർട്ട് ചെയ്യുന്നു. കോട്ടയം പള്ളിക്കത്തോട്ടിൽ നിയന്ത്രണം നഷ്ടമായ ഒരു കാർ തോട്ടിലേക്ക് മറിഞ്ഞു. കാറിലുണ്ടായിരുന്ന 3 പേർ രക്ഷപ്പെട്ടു എന്നാണ് ടോബിയുടെ റിപ്പോർട്ട്. ഒരാൾക്കായി ഇപ്പോഴും തെരച്ചിൽ നടത്തുകയാണ് അഗ്നിരക്ഷാസേനയും പോലീസും.
കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ. മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് ഷഹബാസ് വധത്തിൽ കുറ്റാരോപിതരായ 3 പേർക്ക് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ അലോട്ട്മെന്റ്. പോലീസ് സംരക്ഷണയിൽ നാളെ ഇവർ സ്കൂളിലെത്തും. അഡ്മിഷൻ നേടാൻ ഒരു ദിവസത്തെ അനുമതി ഹൈക്കോടതി നൽകിയിരുന്നു. വിവരങ്ങളുമായി മിഥില ബാലൻ കോഴിക്കോട് നിന്ന് തത്സമയം ചേരുകയാണ് പ്രൈം ടൈമിൽ. മിഥില, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് ഈ വാർത്തയുടെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ? ഇന്നാണ് ഹൈക്കോടതി ഇത്തരത്തിലുള്ള ഒരു അനുമതി നൽകിയിട്ടുണ്ടായിരുന്നത്. നാളെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് സമയം. താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ 3 കുട്ടികൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ ഒരാൾക്ക് എല്ലാ വിഷയത്തിലും A+ ഉണ്ട്, മറ്റ് 2 പേർക്ക് എല്ലാ വിഷയത്തിലും A+ ഉണ്ട്, ഒരാൾക്ക് 7 വിഷയങ്ങളിലാണ് A+ ഉള്ളത്. പോലീസ് സംരക്ഷണത്തോടെ ഇവർക്ക് ഇത്തരത്തിൽ അലോട്ട്മെന്റിന് സ്കൂളിലെത്താനുള്ള അനുമതിയാണ് ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധ സാധ്യത നാളെ താമരശ്ശേരിയിൽ ഉണ്ടാകുമോ എന്ന ഒരു ആശങ്കയും പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടെങ്കിൽ പോലും ഈ കുട്ടികൾക്ക് സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കും നിലവിൽ ഇവരെ കൊണ്ടുപോവുക. വെള്ളിമാട് കുന്ന് ഒബ്സർവേഷൻ ഹോമിലാണ് നിലവിൽ ഇപ്പോൾ ഈ കുട്ടികളുള്ളത്. ദേശീയപാത 66 കാസർഗോഡ് തിരുവനന്തപുരം റീച്ചിന്റെ നിർമ്മാണം ഈ വർഷം ഡിസംബറിൽ പൂർത്തിയാക്കുമെന്ന് കേരളത്തിന് കേന്ദ്രത്തിന്റെ ഉറപ്പ്. ദേശീയപാത നിർമ്മാണത്തിലെ വീഴ്ചയിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി മുഖ്യമന്ത്രി പിണറായി വിജയന് ഉറപ്പ് നൽകി. ദേശീയപാത നിർമ്മാണ വാദങ്ങൾക്കിടെയാണ് ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66 ചിലയിടങ്ങൾ ഇടിഞ്ഞു താഴ്ന്നതും പലയിടത്തും വിള്ളലുണ്ടായതും നിർമ്മാണം വൈകിപ്പിച്ചേക്കുമെന്ന ആശങ്കകൾക്കിടയാക്കിയിരുന്നു. വിഷയം രാഷ്ട്രീയ ചർച്ച കൂടിയായതോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ്, ഡൽഹിയിലെ കേരളത്തിന്റെ പ്രതിനിധി KV തോമസ് ഉൾപ്പെടെയുള്ളവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ദേശീയപാത നിർമ്മാണം ഈ വർഷം ഡിസംബറിൽ പൂർത്തിയാക്കുമെന്ന് കേന്ദ്രം ഉറപ്പു നൽകിയെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. 2025 ഡിസംബർ മാസം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള NH66 പ്രവൃത്തി പൂർത്തീകരിക്കാനാകുമെന്നുള്ള അഭിപ്രായം തന്നെയാണ് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി പൊതുവെ പറഞ്ഞിട്ടുള്ളത്. ഈ പദ്ധതി 2026 പുതുവത്സര സമ്മാനമായി നാടിന് സമർപ്പിക്കാനാകും എന്ന് തന്നെയാണ് പൊതുവെ നിലവിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ദേശീയപാത നിർമ്മാണത്തിൽ കേരളത്തിന്റെ ആശങ്കകൾ കേന്ദ്രത്തെ അറിയിച്ചു. നിർമ്മാണത്തിലെ വീഴ്ചയിൽ NHAIക്ക് വീഴ്ച പറ്റിയെന്ന് കേന്ദ്രമന്ത്രി സമ്മതിച്ചു. ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന മലപ്പുറം കൂരിയാട് 360 മീറ്റർ വയഡക്ട് നിർമ്മിക്കും. ഈ വീഴ്ചയുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കരാർ കമ്പനിയെ തുടർ പ്രവർത്തനങ്ങളിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണത്തോട് കേരളം നന്നായി സഹകരിക്കുന്നെന്ന അഭിപ്രായമാണ് കേന്ദ്രത്തിനെന്നും മന്ത്രി. എറണാകുളം ബൈപ്പാസിന് കേന്ദ്രാനുമതി ലഭിച്ചെന്ന് PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് പദ്ധതി, പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ, കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് ഹൈവേ എന്നിവയ്ക്കും കേന്ദ്രാനുമതി ലഭിക്കും. ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതിപക്ഷം സ്വീകരിച്ച നിലപാടുകൾ ഉത്തരവാദിത്തമില്ലാത്തതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. 24 ഡൽഹി. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രൈം ടൈമിലേക്ക് സ്വാഗതം. കോട്ടയം പള്ളിക്കത്തോട്ടിൽ നിയന്ത്രണം നഷ്ടമായ കാർ തോട്ടിലേക്ക് മറിഞ്ഞ അപകടമുണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. കാറിലുണ്ടായിരുന്ന 3 പേർ രക്ഷപ്പെട്ടു. കാണാതായ ഒരാളെ തെരച്ചിൽ കണ്ടെത്തി. അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ടോബി ജോൺസൺ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, ഇദ്ദേഹത്തെ എവിടെ നിന്നാണ് കണ്ടെത്തിയത്? ഇദ്ദേഹത്തിന്റെ പരിക്ക് സാരമുള്ളതല്ല എന്ന് വിശ്വസിക്കാമോ? അല്പസമയം മുമ്പാണ് ഈ കാറിനുള്ളിൽ നിന്നും, അതായത് വെള്ളത്തിൽ പോയ കാറാണ്, വെള്ളത്തിൽ മുങ്ങിപ്പോയിരുന്നു. ആ കാറിനുള്ളിൽ നിന്ന് തന്നെ ഇദ്ദേഹത്തെ കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ അവിടെ ാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് വെച്ച പള്ളിക്കത്തോട്ടിൽ വെച്ച് നിയന്ത്രണം പോയ കാറാണ് തോട്ടിലേക്ക് മറിഞ്ഞ് വെള്ളത്തിൽ കാറ് മുങ്ങിപ്പോയി എന്നാണ് ലഭിച്ച വിവരം. ഈ 3 പേർ ഈ വാഹനത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. ഒരാൾ മാത്രം വണ്ടിക്കുള്ളിൽ കുടുങ്ങിപ്പോയി. അദ്ദേഹത്തിനെ കണ്ടെത്തിയപ്പോൾ അദ്ദേഹം വണ്ടിക്കുള്ളിൽ തന്നെയായിരുന്നു. അപകടം പറ്റി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ടോബി ജോൺസൺ വീണ്ടും കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, ഈ കാറിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സിഗ്നൽ പ്രശ്നമുണ്ട്. എന്തായാലും ഈ അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ വൈകാതെ പ്രേക്ഷകരിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. ടോബി, താങ്കൾ പറയൂ, വിവരങ്ങൾ പറയൂ.
SKN 8:15 ഈ അപകടം ഉണ്ടാകുന്നത്. പള്ളിക്കത്തോട് ഭാഗത്തു നിന്നും വന്ന വാഹനം സമീപത്തുണ്ടായിരുന്ന വെള്ളം നിറഞ്ഞ തോട്ടിലേക്ക് മറിയുകയായിരുന്നു. ഈ സംഭവം നടക്കുമ്പോൾ ഈ വാഹനത്തിൽ കാറിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 പേരും ഉടൻ തന്നെ കാറിൽ നിന്നും പുറത്തിറങ്ങി രക്ഷപ്പെട്ടു. എന്നാൽ ഒരാൾ ഈ കാറിനുള്ളിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. ഇയാൾക്ക് വേണ്ടി തുടർന്ന് പള്ളിക്കത്തോട് പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ നടത്തി. ഏറെ നേരം, ഏകദേശം 1 മണിക്കൂറിലധികം നേരം തെരച്ചിൽ നടത്തിയ ശേഷമാണ് ഈ വാഹനത്തിനുള്ളിൽ നിന്ന് തന്നെ ഇയാളെ കണ്ടെടുത്തത്. ഇപ്പോൾ ആശുപത്രിയിലേക്ക്, കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് ഈ വ്യക്തിയെ കൊണ്ടുപോവുകയാണ്. പ്രവിത്താനം സ്വദേശികളാണ് ഈ അപകടത്തിൽപ്പെട്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാറിൽ 4 പേരായിരുന്നു. ഏകദേശം 8:15 സംഭവം ഉണ്ടായത്. ആനിക്കാട് ചെങ്ങോലിയിലായിരുന്നു സംഭവം. പള്ളിക്കത്തോട് നിന്നും വന്ന വാഹനമാണ് അത്. ഈ വെള്ളക്കെട്ടുണ്ടായിരുന്ന വഴിയിലൂടെ വന്നപ്പോൾ തോട്ടിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് കണ്ടുനിന്നവർ പറയുന്നത്. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. നമ്മുടെ ക്ഷമാശീലം വളരെ കുറഞ്ഞു വരിക. തിരുവനന്തപുരത്ത് ഭക്ഷണം വൈകിയതിന് ബാർ ഹോട്ടലിൽ ആക്രമണം. കൊല്ലം ചവറ സ്വദേശികളെ 6 പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായി. മദ്യപിച്ചതിന് ശേഷം ഭക്ഷണം നൽകാൻ വൈകിപ്പോയതാണ് ജീവനക്കാർക്ക് നേരെ ആക്രമണം നടത്താൻ ഇവരെ പ്രേരിപ്പിച്ചത്. ഞങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് നേരെ 7 മണിക്ക് ഒരു 4 പേരായിട്ട് വന്ന് ആദ്യം ഇവിടെ ഫാമിലിയൊക്കെ നിന്നിടത്ത് വന്ന് അവർ മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പോലീസ് ഓഫീസർ അവരെ പറഞ്ഞു വിടുകയും ചെയ്തു. അതേ വെച്ച് തന്നെ 7 മണിക്ക് ശേഷമായിട്ട് ഞങ്ങളുടെ റൂമിന്റെ അടുത്ത് വന്ന് ഞങ്ങളോട് വളരെ അപമര്യാദ സംസാരിക്കുകയും ഞങ്ങൾ മർദ്ദിക്കുന്ന ഒരു അവസ്ഥയായപ്പോഴത്തേക്ക്, അസഭ്യങ്ങൾ വിളിച്ച് മർദ്ദിക്കുന്ന അവസ്ഥയായപ്പോഴത്തേക്ക് പോലീസിന് സഹായം ആവശ്യപ്പെടുകയും പോലീസ് അവിടെ വന്ന് സാർ അവരോട് വളരെ മാന്യമായിട്ടൊക്കെ സംസാരിച്ചു. എന്താണ് ഉണ്ടായത്, പറയൂ. SKN ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വർക്കലയിലുള്ള ഒരു ബാർ ഹോട്ടലിലായിരുന്നു സംഭവം. ഇവർ മദ്യപിച്ച് കഴിഞ്ഞതിന് ശേഷം ഭക്ഷണവും ഓർഡർ ചെയ്തിരുന്നു. ഈ ഭക്ഷണം വരാൻ വൈകിയതിനെ തുടർന്നാണ് കൊല്ലം ചവർ സ്വദേശികളായ 6 യുവാക്കൾ ചേർന്ന് ജീവനക്കാർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടത്. വലിയ നിലയിൽ അവിടെ ഈ ബാർ ഹോട്ടലിലെ ഉപകരണങ്ങൾ ഉൾപ്പെടെ നശിപ്പിക്കുകയും അവിടുത്തെ ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്തു. അങ്ങനെ പോലീസ് എയ്ഡ് പോസ്റ്റിലേക്ക് വിളിച്ചപ്പോൾ അവിടെ ഒരു പോലീസുകാരൻ മാത്രമായിരുന്നു എയ്ഡ് പോസ്റ്റിൽ ആ സമയത്ത് ഡ്യൂട്ടിക്കുണ്ടായിരുന്നത്. ഈ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അവിടേക്ക് എത്തിയെങ്കിലും അപ്പോൾ അവിടെ നിന്നും ഇദ്ദേഹത്തിന്റെ നെയിം ബോർഡ് ഉൾപ്പെടെ വലിച്ചു കീറുകയും പോലീസുകാരനെയും ആക്രമിക്കുകയും ചെയ്യുന്നൊരു നിലയുണ്ടായി. ഇത് കണ്ടവിടുത്തെ നാട്ടുകാരാണ് ഈ പ്രതികളെ തടഞ്ഞു വെച്ചത്. അതിന് പിന്നാലെ പോലീസ് സംഘം എത്തി ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വർക്കല പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഈ അക്രമത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ഇവരെ അറസ്റ്റ് ചെയ്തത്. ബാർ ഹോട്ടലിൽ നാശനഷ്ടം ഉണ്ടാക്കിയതിന് മാനേജ്മെന്റ് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം പോലീസുകാരെ ആക്രമിച്ച നടപടിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. SKN പ്രൈം ടൈം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരം സർക്കാർ കണ്ണാശുപത്രിയിൽ ഗുരുതരമായ വീഴ്ച. ഇടത് കണ്ണിന് നൽകേണ്ട ഇഞ്ചക്ഷൻ വലത് കണ്ണിൽ മാറി നൽകി. സംഭവത്തിൽ ഡോക്ടർ SS സുജീഷിനെതിരെ കേസെടുത്തു. ചികിത്സാ പിഴവ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അന്വേഷിക്കും. ഇടതുകണ്ണിന്റെ കാഴ്ച മങ്ങിയതിനെ തുടർന്നാണ് ഭീമാപ്പള്ളി സ്വദേശി ബസൂറ ബീവി സർക്കാർ കണ്ണാശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയത്. ഇടതുകണ്ണിനുണ്ടായ നീർക്കെട്ട് കുറയാൻ കുത്തിവയ്പ് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. കുത്തിവയ്പ് നൽകിയതിലാണ് ഡോക്ടർക്ക് വീഴ്ചയുണ്ടായത്. ഇടതുകണ്ണിന് നൽകേണ്ട കുത്തിവയ്പ് വലതുകണ്ണിനു നൽകി. ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചായിരുന്നു കുത്തിവയ്പ്. ഇന്നലെയായിരുന്നു ഇഞ്ചക്ട് ചെയ്യേണ്ടത്. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിസിൻ ആയിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയതിന് ശേഷം ഇടത് കണ്ണിലാണ് കംപ്ലൈൻറ്റ്. ഇടത് കണ്ണ് ക്ലീൻ ചെയ്തതിന് ശേഷം ഇഞ്ചക്ട് ചെയ്തത് വലത് കണ്ണിലായിരുന്നു. ഇത് വാർഡിലോട്ട് മാറ്റിയതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ പോയി ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ വന്നത് അത് കണ്ണിൽ ചെറിയ ചോപ്പുണ്ടായിരുന്നു എന്നുള്ള ഒരു മറുപടിയാണ് എനിക്ക് ലഭിച്ചത്. സംഭവത്തിൽ പ്രാഥമികമായി അന്വേഷണം നടത്തിയ ആരോഗ്യവകുപ്പ് ഡോക്ടർ SS സുജീഷിനെ സസ്പെൻഡ് ചെയ്തു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം നടത്തിയതിനു ശേഷം ആവശ്യമെങ്കിൽ മറ്റ് നടപടികളിലേക്ക് കടക്കും. 24 തിരുവനന്തപുരം. ഇതോടെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്.